ഇമ്മ്യൂണിറ്റിനെ ബലപ്പെടുത്താനുള്ള അടുത്ത പ്രധാനപ്പെട്ട ഘടകമാണ് സിങ്ക്. സിങ്ക് ഒരു മിനറലാണ്. ഇത് നമുക്ക് ലഭിക്കുന്നത് കടൽ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. ചൂണ, ചാള, അയില, കൊഞ്ച്, ചെമ്മീൻ, ഞണ്ട് ഇവയിലൊക്കെ നമുക്ക് ധാരാളമായി സിങ്ക് കിട്ടും. അതുകൂടാതെ കപ്പലണ്ടിയിലും ചില നട്ട്സിലൊക്കെ നമുക്ക് സിങ്ക് കിട്ടും. അടുത്തതാണ് omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് നമുക്ക് മീനെണ്ണ ഗുളികകളിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് omega-3 ഫാറ്റി ആസിഡ്സ്. മത്സ്യങ്ങളിൽ അതായത് ചാള, അയില, ടൂണ എന്നിവയിലൊക്കെ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടും. ചിയ സീഡ്സ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ചിയ സീഡ്സ് അതിലും നമുക്ക് omega-3 ഫാറ്റി ആസിഡ് കിട്ടും. അടുത്തതാണ് ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻറ്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചേഴ്സ് ആണ്. അതായത് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിച്ച് നമ്മുടെ ശരീരത്തിനെ ക്യാൻസറിൽ നിന്നും പരിരക്ഷിക്കുന്ന ഒരു ഘടകമാണ് ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് സാധാരണമായി നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ലഭ്യമാണ്. അതായത് മത്സ്യം, മാംസം, മുട്ട, പച്ചക്കറികൾ, ഇലക്കറികൾ, പഴങ്ങൾ ഇവയിലൊക്കെ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് കിട്ടും.